ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ മാമന്മാരെ എന്ത് ബഹുമാനമല്ലേ. എനിക്ക് ആകെ ഒരു മാമനേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആകെ ഒരു മാമനായ പോലും ആ മാമനെനിക്ക് നല്ല പേടിയാണ്. കുറേ നാൾ നമുക്ക് ഓക്സിജൻ ഒന്നും അധികം കിട്ടാതെ നമ്മളിങ്ങനെ വലിച്ച് ജീവിച്ചിട്ട് ഓക്സിജൻ ഇങ്ങനെ ഫുള്ളായി കിട്ടുമ്പോഴൊരു ഫീലില്ലേ, അതുപോലെ കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ. അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലമാണ്. ഈ അമ്പലവും കാവും കുളവും ഒക്കെ ഇതൊന്നും എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. ഞാൻ എവിടെ പോയാലും, ഞാൻ ഏത് സ്ഥലത്ത് പോയാലും എന്നെ കാക്കണ ഒരാളത് എവിടെയുണ്ട് കേട്ടോ. അമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു പാല നിൽക്കുന്നുണ്ട്. പാലെന്ന് തന്നെയല്ലേ പറയാം, അത് പാലപ്പൂ തന്നെയല്ലേ. പണ്ട് ഈ പാലയൊക്കെ പേടിയായിരുന്നു, കാരണം ഈ പാലയിലാണല്ലോ യക്ഷിയും പ്രേതവും ഒക്കെ ഇരിക്കുന്നത്. ഇപ്പം ഈ പാലേനൊന്നും വലിയ പേടിയില്ല, കാരണം ഈ യക്ഷിയും പ്രേതത്തിനേക്കാളും ഏറ്റുപൊട്ടിയ മനുഷ്യരെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എനിക്ക് തോന്നിയിരിക്കുന്ന എത്ര വില കൂടിയ ഡ്രസ്സുകൾക്കും ഈ ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊന്നതായി മാമൻ്റെ ചെരുപ്പിട്ടിരിക്കുന്ന പോലെ. എങ്ങോട്ടാ യാത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വീട്ടിൽ വന്നാലും എനിക്ക് ഈ അമ്പലം അതിൻ്റെ അവിടുത്തെ പാടവും കുളവും ഒക്കെ കാണണം കേട്ടോ. അപ്പം ഞാൻ ഈ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം നടക്കാൻ പോകും. നല്ല രസമായിട്ടോ വൈകിട്ട് ഇവിടെയൊക്കെ വന്നിരുന്ന് കാണാനായിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കഥ ഇത്തിരി ഒരു പ്രേതചായവുണ്ട് കേട്ടോ. കാരണം ഈ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി ഒരു തറവാടുണ്ട്. ആ തറവാട്ടിൽ മാതളാമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മമ്മ താമസിച്ചിരുന്നു. ആ അമ്മമ്മ ഒറ്റയ്ക്കാട്ടോ അവിടെ താമസിച്ചിരുന്നത്. ആ അമ്മമ്മ ഇപ്പം മരിച്ചിട്ട് 2-3 കുറച്ച് കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാണെങ്കിൽ കുറേ നാളത്തെ ആഗ്രഹം ഈ തറവാട്ടിലേക്ക് ഒന്ന് കയറണം, അതിൻ്റെ പരിസരത്തെങ്കിലുമൊക്കെ ഒന്ന് പോയി നോക്കണം കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ പഴയ തൊഴുത്താണ്. അങ്ങോട്ട് കയറണം നിർബന്ധം എന്നാന്ന് വെച്ചാൽ നീ ഒറ്റയ്ക്ക് കയറേണ്ടി വരും. ഞാൻ നിന്റെ മാമനെ പുറകിൽ വരാൻ പറ്റില്ല, അവിടെ പട്ടീനെ കെട്ടിട്ടിട്ടുണ്ടാവും അവര്. അതൊക്കെ കയറി നോക്കി നോക്കൂ, വല്ല പാമ്പുണ്ടാവും. ബാക്കിയുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൂട്ടിൽ പട്ടീനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം മൂപ്പർക്ക് തന്നെ മനസ്സിലായി അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതേ ഞാൻ തിരിച്ചു പോവാം.